നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നയൻതാരയുടെ വിവാഹം പ്രമേയമായിട്ട് വരുന്ന ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ സാധാരണ ഡോക്യുമെന്ററി ഓഡിയൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും പുതുമ, എന്താണ് ഇതിനകത്ത് സ്പെഷ്യൽ, എന്തിനാണ് ഞങ്ങൾ ഇത് കാണേണ്ടത്? ഇതേ ചോദ്യം നയൻതാരയോട് തന്നെ ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഇടയിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആളുകളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ശരിക്കും ഈ ഒരു ഡോക്യുമെന്ററി കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുമോ? സന്തോഷം കിട്ടുമായിരിക്കും, രസമുള്ള ചില വർണ്ണശബളമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രേക്ഷകനുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും ഒരു വെഡ്ഡിംഗ് വീഡിയോയിൽ എന്തിനാണ് ഇമോഷണൽ കണക്ഷൻ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല വെഡ്ഡിംഗ് വീഡിയോയും കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും സംഗതികൾ. അതേ മൂഡിൽ തന്നെയാണ്, അതിന്റെ ഒരു ഫോർമാറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡോക്യുമെന്ററിയിൽ അവർ അവലംബിച്ചിരിക്കുന്ന ഒരു മാർഗം ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്ററി കാണുന്ന സമയത്ത് ഇതിൽ എന്ത് പുതുമ, എന്ത് വ്യത്യസ്തതയാണ് ഈ ഒരു കലാകാരിക്ക് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മളുടെ ഉള്ളിലുള്ള നയൻതാരയുടെ ഒരു സ്റ്റാർഡത്തെ മങ്ങലേൽപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി അപ്രോച്ചാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്നുള്ളത്.